ഹേ ഗൈസ് വാട്സപ്പ് എല്ലാം ചെറുക്കും ബ്രേക്ക് കിറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ ഗൈസ്, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഗ്യാങ്സ്റ്റർ വർക്കേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഗൈസ് വീഡിയോ ഏതെങ്കിലും കുട്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. റോഡ് ടു 500 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, നമ്മളെ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നാളായി നമ്മളെ ഗ്യാങ്സ്റ്റർ വർക്കേഴ്സിലും കാര്യങ്ങളൊക്കെ വന്നിട്ട്. ഓക്കെ, നമ്മൾ ആക്ച്വലി നമ്മളെ പോലീസും കാര്യങ്ങളൊക്കെ പിടിച്ച് നമ്മൾ ജയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബട്ട് ഗൈസ് നമ്മളങ്ങനെ ജയിലിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കുറേ നാൾ നമ്മൾ സിറ്റിയിലേക്കൊക്കെ വന്നിട്ട് ഓക്കെ. അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ഒരു വാടകയ്ക്കായിരുന്നു ഒരു വീട്ടിൽ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത് ഗൈസ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ആ വീട്ടിൽ നിന്ന് മാറി നമ്മളെ സ്വന്തം പഴയ വീടായ നമ്മുടെ വീട്ടിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, നമ്മൾ കുറേ നാൾ കേസ് ആ വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ജയിലിൽ നിന്ന് സെറ്റൊക്കെ ആക്കി, നമ്മൾ കൂട്ടുകാരന്മാർ ഫുള്ളി സെറ്റാക്കി നമ്മൾ തന്നെ അങ്ങനെ ഫൈനലി ആ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. നമ്മൾ അവിടുത്തെ വീട്ടിലെ സാധനങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു എന്നാണ് പറയുന്നത് നമ്മുടെ കൂട്ടുകാരന്മാർ. ഓക്കെ, നമുക്ക് എന്താണെന്നൊന്നും ഒരു പിട്ടിയില്ല. ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാലാണ് കൃത്യം സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ കേസ്. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഗൈസ് നമ്മളെ വീട്ടിലേക്കാണ്. ഓക്കെ, പിന്നെ ഇന്ന് നമ്മളൊരു പുതിയ ഫോൺ മേടിക്കുന്നതായിരിക്കും ഗൈസ്. നമ്മളെ ഫോണും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പുതിയ ഫോണും കാര്യങ്ങളൊക്കെ മേടിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, അപ്പം നമുക്ക് രാവിലെ തന്നെ നല്ല ട്രാഫിക്കാണ് കേട്ടോ അവിടെ. ഓക്കെ, നമുക്ക് എന്തായാലും നൈസ് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ ഗൈസ്. ഓക്കെ, എത്ര നാളെ ഗൈസ് ഈ സിറ്റിയിലേക്കൊക്കെ ഒന്ന് വന്നിട്ട് തന്നെ. ഓക്കെ, അപ്പോൾ നമ്മളെ സിറ്റിയൊക്കെ മാറിപ്പോയി എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫൈനലി ഓൾമോസ്റ്റ് നമ്മുടെ വീടിൻ്റെ അവിടെ നമ്മൾ എത്താറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഫോണും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് ഗൈസ്. പിന്നെ നമ്മളെ പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എനിക്കറിഞ്ഞൂടെ, നമ്മളൊരു ബർഗർ കട ഉണ്ടായിരുന്നു. ബർഗറിൻ്റെ കട നമുക്ക് തിരിച്ചു മേടിക്കാൻ പറ്റില്ല. അതിപ്പം അയാൾ വിറ്റിട്ട് വേറെ ഏതോ സ്ഥലത്തായിട്ടാണ് ബർഗർ കട വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആ ബർഗറിൻ്റെ കട മേടിക്കണം എന്നുണ്ട്. അത് നമുക്കൊരു നല്ലൊരു ഇതായിരുന്നു. ഓക്കെ, നമ്മുടെ വണ്ടി നൈസിന് ഇവിടെ ആയിട്ട് അങ്ങ് പാർക്കി. ഓക്കെ, ഇവിടെ ആരും ലംബോർഗിനൊക്കെ കിടക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വീട് ഗൈസ്. ഓക്കെ, ഓൾമോസ്റ്റ് ഈ വീടിന് വേണ്ടി നമ്മൾ ഓൾമോസ്റ്റ് നല്ല രീതിക്ക് തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഓൾമോസ്റ്റ് 2 ലംബോർഗിനിയോളം ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് വീടൊന്നും മാറിയിട്ടില്ല തോന്നുന്നു കേട്ടോ. ഓക്കെ, എനിക്ക് വീടും കാര്യങ്ങളൊക്കെ കൊള്ളാക്കി. നമുക്ക് നേരെ എന്തായാലും ഗൈസ് ഒരു ഫോൺ മേടിക്കണം. അതിന് മുന്നേ കുറച്ച് പരിപാടികളുണ്ട്. ഓക്കെ, നമ്മൾ പൂ മേടിക്കുന്ന കേസ് ഒരു കിടക്കാച്ച് കട നമ്മൾ ഈ സിറ്റി വന്നിട്ടുണ്ട്. അത് എവിടെയാണെന്ന് നോക്കണം. നമുക്ക് വണ്ടി നൈസിന് ഇവിടെ അപ്പുറത്ത് പാർക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ കട്ട ഇവിടെ വന്നേന്ന് നോക്കണം കേസ്. ഓക്കെ നമുക്ക് ആ കട നോക്കുകയാണെങ്കിൽ മാപ്പിലേക്ക് നോക്കട്ടെ കേസ്. ഓക്കെ, ഏകദേശം അപ്പോൾ ജാക്ക് പറഞ്ഞതനുസരിച്ച് ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ കട എന്ന് എനിക്കൊരു തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് നേരെ പോകണം. ഓക്കെ ഗൈസ്, പിന്നെ നമുക്ക് ജയിലിൽ നിന്ന് കിട്ടിയൊരു വേറൊരു കൂട്ടുകാരനുണ്ട് ഗൈസ്. അവൻ ഈ സിറ്റിയിൽ തന്നെ ഉള്ളതാണ്. സോ അവൻ്റെ പേര് ഏകദേശം ട്രാങ്കിൾ എന്നാണ് ഗൈസ്. ഓക്കെ, ട്രാങ്കിൾ എന്ന് പറഞ്ഞൊരു ചെക്കനാണ് നമുക്ക് ജയിലിൽ നിന്ന് ഓൾമോസ്റ്റ് കിട്ടിയതാണ് അവന്. ഓക്കെ, അവൻ ഈ സിറ്റിയിൽ തന്നെ ഉണ്ട്. നമുക്കൊരു അവൻ്റെ വീട്ടിലേക്കൊക്കെ പോകണം. അവൻ്റെ വീട് ഇച്ചിരി ലോങ് ആണ്. ഓക്കെ, അത് വേറെ കാര്യം. അപ്പോൾ നമുക്ക് എന്തായാലും അവൻ്റെ വീട്ടിലേക്കും കാര്യങ്ങളൊക്കെ പോകണം. അവൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് മേടിച്ചില്ല എന്ന് വിചാരിച്ചാൽ പോകും, പക്ഷെ അത് തിരിച്ചു കിട്ടും. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് നൈറ്റായിട്ട് വന്നിട്ടുണ്ട് കഴിച്ചു. അവിടെ കട പൂട്ടില്ല. നമ്മളെ ജാക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനോട്. ഇപ്പോൾ കടയും കാര്യങ്ങളൊന്നും പൂട്ടൂല കഴിച്ചു. ഓക്കെ, നമ്മൾ കഴിച്ച് ഐഫോൺ മേടിക്കണം എന്നൊക്കെയാണ് എൻ്റെ ഒരു നിഗന്ധലും പോട്ടെ കഴിച്ച്, എന്തെങ്കിലും ആവട്ടെ. ഐഫോൺ കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പുണ്ട് കഴിച്ച്. ഐഫോണൊക്കെ നല്ല വിലയുണ്ട്. ഒന്നാമത്തെ ഈ സിറ്റിയിൽ തന്നെ ഐഫോൺ നല്ല വിലയുണ്ട്. അപ്പം നമുക്കൊരു കിടക്കാച്ചി ടച്ച് ഫോൺ തന്നെ നമുക്ക് മേടിക്കാം. അപ്പോൾ ഫോൺ കഴിച്ച് ഇപ്പോൾ ഭയങ്കരമായിട്ട് അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് നമ്മളെ ഫോൺ.
ഓക്കെ ഈ സിറ്റി തന്നെ ഇവിടെ ഇവിടെ തന്നെ ഒരു ക്ലബ്ബുണ്ട്. ഒരു ക്ലബിലാണ് ആ കട. ഇതൊരു പുതിയ കടയാണെന്ന് വഴി തെറ്റിയോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. ഇല്ല ഇല്ല വഴി തെറ്റിയില്ല. ഇവിടെ എന്താ ഇത്രയും ട്രാഫിക്? നൈറ്റായിട്ട് ഇത്രയും ട്രാഫിക് ഇവിടെ വന്നു. ഓക്കെ ഈ ക്ലബിലാണ് സംഭവത്തല്ല ഒന്നിൻ്റെ അപ്പുറത്തെ ക്ലബിലാണ്. ഇവിടെ ഏകദേശം 2 ക്ലബ്ബുകളും ഉണ്ട്. അതിനകത്ത് ഒരു ക്ലബിലാണ് നമ്മുടെ ഫോൺ കട വന്നിരിക്കുന്നത്. ഓക്കെ ഗൈസ് ഈ ക്ലബിൽ തന്നെയാണ്. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടേക്ക് പോകാം. നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം ഗൈസ്. ഓക്കെ വെയിറ്റ് വണ്ടി കാര്യങ്ങളൊക്കെ ഇടിച്ച് നമ്മൾ ക്ലബിനകത്ത് വെയിറ്റ് ചെയ്യും. ഇവിടെ തന്നെയാണ് എൻ്റെ ഒരു ഉറപ്പ്. ഇവിടെ നമ്മൾ വെച്ചില്ല അഥവാ ഫൈൻ കിട്ടും. ഇവിടെ നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ടോ നോക്കാം. അഥവാ പാർക്കിംഗ് ഏരിയ വെച്ചില്ലെങ്കിൽ ഇവിടെ പാർക്കിംഗ് ഏരിയ ആണെന്ന് ഒരു വട്ടം എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഞാൻ പാർക്കിംഗ് ഏരിയ എല്ലാ സ്ഥലത്തും കൊണ്ട് വെച്ച് പിന്നെ അവിടെ നമ്മളെ വണ്ടി പോലീസും കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ട് പോയി. ഒന്നാമതിപ്പോൾ കഷ്ടകാലം കൊണ്ട് മൊത്തത്തിൽ ടഫാണ്. ഇതെന്താണ്? ഓക്കെ പാർക്കിങ്ങിലോട്ട് കണ്ട വിശ്വാസത്തിൽ പാർക്കിംഗ് ഏരിയ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് വണ്ടിനെ ഈസി ഇവിടെ ആയിട്ട് നിൽക്കാം. നമ്മളെ വണ്ടിയും കാര്യങ്ങളും അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നേരെ ഓടി നമ്മുടെ സ്ഥലത്തേക്ക് ഒന്ന് പോകാറുണ്ട്. ഓക്കെ ഞാൻ ആദ്യമായിട്ടൊക്കെ ആയിട്ട് കഴിച്ച് ഈ ക്ലബിലേക്കൊക്കെ വരുന്നത്. ഞാൻ പിന്നെ ഇങ്ങോട്ടൊന്നും വരാറില്ല. ഈ ടൗണിലേക്കൊക്കെ ഞാൻ വന്നിട്ട് ഓൾമോസ്റ്റ് കുറേ നാളായി തോന്നുന്നു. ഓക്കെ നമുക്ക് എന്തായാലും നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. ഓക്കെ ഗൈസ് ഇവിടെ ചുറ്റിനും പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കാര്യം. ഇപ്പം പോയിട്ട് ചൊറ മേടിച്ച് തരും കേട്ടോ. ഓക്കെ നമ്മളിലാണ് ഈ കണ്ണില്ല. ഓക്കെ ഒരു ബാറ്റ് ഉണ്ട് ഗൈസ്, ഒരു കണ്ണില്ല കേട്ടോ. ഓക്കെ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം ഗൈസ്. കേസ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ഫുൾ പാർട്ടി ക്ലബ്ബ് പോലത്തെ സാധനമാണ്. ഓക്കെ നമുക്ക് എന്തായാലും നേരെ ഇവിടെ നമ്മൾ മൊബൈൽ ഷിപ്പും കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ ചെങ്ങായിരയിലാണ് ഫോണിലുള്ളത്. നമ്മളപ്പോൾ അവൻ്റെ നിന്ന് പോയിട്ട് ഫോണും കാര്യങ്ങളൊക്കെ എടുക്കാം. ഓക്കെ അപ്പോൾ തൻ്റെ ഈ കാണുന്നതാണ് നമ്മുടെ ഫോൺ. അപ്പോൾ ഈ ക്ലബിന് നമ്മൾ കേസ് അപ്പോൾ ഓൾമോസ്റ്റ് അവിടുത്തെ കടയും കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെങ്ങായി നമുക്ക് കൊണ്ട് തന്നതാണ് കേസ് ഈ ഫോണ്. എനിക്ക് ഫോൺ ഏകദേശം ഇഷ്ടപ്പെട്ട ഫോണൊക്കെ ഉള്ളി ഒന്ന് നോക്കാൻ കേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ നമുക്ക് എന്തായാലും നേരെ പോയിട്ട് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാം. ഈ ഫോണത്ത് കുറേ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് തന്നെ നമ്മുടെ കോൺടാക്ട്സ് മൊത്തം ഈ നമ്പറിലേക്ക് ആക്കണം. നമുക്ക് സിമ്മും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടൊക്കെ. പ്രസിഡൻ്റ് ഉണ്ട് ഈ ഏരിയയിലെ പ്രസിഡൻ്റ് ആട്ടത്. ഈ പുള്ളിക്കാരനുണ്ട് ഇവിടെ നിൽക്കുന്നതിനൊന്നും ഒരു പിടി പോലും ഇല്ല. ഓക്കെ നമുക്ക് എന്തായാലും നേരെ വീട്ടിലേക്ക് നോക്കി നമുക്ക് ഇവിടെ പാർക്കിങ്ങിൽ കൊള്ളാട്ടോ. ഈ പാർക്കിങ്ങിൽ ചുറ്റിലും നോക്കണമുണ്ട്. ഇവിടെ ഇങ്ങനത്തെ ഒരു പാർക്കിംഗ് ഏരിയ പണ്ടില്ലായിരുന്നു. ഇതിപ്പോൾ വന്നൊരു പാർക്കിംഗ് ഏരിയ കേട്ടോ. പണ്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഈ പാർക്കിംഗ് ഏരിയ ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. ഓക്കെ നമുക്ക് നൈസിന് ഇതിൻ്റെ വണ്ടിയിലേക്ക് ഇവിടെയൊക്കെ വണ്ടികളുടെ ഓക്കെ ഇതാന്ന് തോന്നുന്നു ടോപ്പ് ഏരിയ. എൻ്റെ മോനെ ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ. ഈ പാർക്കിങ്ങിൻ്റെ സെറ്റപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ ഇനി എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോകാം. ഓക്കെ നമ്മുടെ ഫോൺ കാര്യം കഴിച്ച് ഞാൻ ഫോൺ വേണം ഒന്നുകൂടെ കാണിച്ചു തരാം കഴിച്ച്. ഇതാണ് നമ്മളെ ഫോൺ. ഓക്കെ നമ്മൾ ഇതിനകത്ത് കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ അതിനായിട്ട് ഫസ്റ്റ് തന്നെ വീട്ടിൽ പോകണം കഴിച്ച്. എന്നിട്ട് നമ്മൾ നേരെ ജാക്കിനെ വിളിക്കണം. നമ്മൾ നമ്പർ മാറണമുണ്ട് ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും ജാക്കിയോട് കാര്യങ്ങളോട് പറയാം. ചെക്കനെ നമ്മളെ നമ്പറും കാര്യങ്ങളൊക്കെ പുതിയ മനസ്സിലേക്ക് കാണും. ഓക്കെ നമുക്ക് ഒരു പുതിയ വണ്ടിയും കൂടെ എടുക്കണമെന്നുണ്ട് ഗൈസ്. എനിക്ക് ഈ വണ്ടി മാറ്റണം ഗൈസ്. ഓക്കെ ഒരു മസ്താങ് പോലത്തെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. നമുക്ക് എന്തായാലും അടുത്തെന്തായാലും എടുക്കണം. അത് വേറെ കാര്യം. ഓക്കെ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വീടിൻ്റെ സിറ്റിയിൽ അവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. ഓക്കെ നമ്മളെ പുതിയ വീട്ടിലേക്ക് വരുന്ന ആദ്യത്തെ ദിവസമാണ് വിത്ത് ഫോണും കേസ്. ഓക്കെ നമ്മൾ നൈസായിട്ടുണ്ടാവും. നൈസിനായിട്ട് ഇടയ്ക്കൂടെ കട്ട് ചെയ്ത് കയറി. ഓക്കെ നൈറ്റ് ആകുമ്പോൾ അത്യാവശ്യം ട്രാഫിക് കുറവുണ്ടാകും കേസ്. ഓക്കെ
പക്ഷെ മോർണിംഗ് ഒടുക്കത്തെ ട്രാഫിക് ആയിരിക്കും. മോർണിംഗ് ഈ റോഡിൽ കൂടെ അങ്ങനെ പോകാൻ പറ്റൂല. കണ്ട് ഓരോമാര് വന്നോളും ഇങ്ങോട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ പോകാം. ഓക്കെ നൈറ്റ് അതിൻ്റെ കൂടെ വണ്ടി ഓടിക്കാനൊന്നും വലിയ സീനില്ല കേട്ടോ. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ വീടിൻ്റെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ആരാ വണ്ടി അവിടെ കൊണ്ടുവെക്കുന്നത്? 2 ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ജാക്കറ്റ് കൊണ്ട് പറഞ്ഞ് വണ്ടിയും കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട് അവിടെ നിന്ന്. ഓക്കെ, സോ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഒരു ഇഷ്ടമായിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തോട്ടു. 500 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും. സോ ബൈ ആൻഡ് ടേക്ക് കെയർ. ടാറ്റാ.